തിരുവനന്തപുരം താന്നിമൂട് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് വീടിന് തീപിടിച്ചു. ഗൃഹനാഥനും മകനും പരിക്കേറ്റു. ശ്രാവൺ കൃഷ്ണ ടെലിഫോണിൽ വിശദാംശങ്ങളുമായി. അടുക്കള വെച്ചിരുന്ന തുറക്കാത്ത സിലിണ്ടറാണ് പൊട്ടിത്തെറിച്ചതെന്നുള്ളതാണ് ഗൗരവതരം. അതിന്റെ ദൃശ്യങ്ങളുമാണ് പ്രേക്ഷകർ കാണുന്നത്. ശ്രാവൺ, എന്താണ് സംഭവിച്ചത്? അതെ പി ജി, ഇന്ന് പുലർച്ചെയാണ് ഈ അപകടം ഉണ്ടായത്. താന്നിമൂട് സ്വദേശിയായ ഷാജഹാനും മകൻ നിഹാനുമാണ് പരിക്കേറ്റിരിക്കുന്നത്. അവരുടെ അടുക്കളയിൽ വെച്ചിരുന്ന പുതിയ സിലിണ്ടർ, ഉപയോഗിക്കാതെ വെച്ചിരുന്ന പുതിയ ഗ്യാസ് സിലിണ്ടറാണ് പൊട്ടിത്തെറിച്ചത്. 2 സിലിണ്ടർ അവിടെ അടുക്കളയിൽ ഉണ്ടായിരുന്നു. ഒന്ന് പ്രവർത്തിപ്പിക്കുന്നത്, മറ്റൊന്ന് ഇങ്ങനെ പുതുതായി നിറച്ചു വെച്ച സിലിണ്ടർ. ആ സിലിണ്ടറാണ് പൊട്ടിത്തെറിച്ചത്. വീടിന്റെ അടുക്കള ഭാഗം, അതോടൊപ്പം അതിനോട് ചേർന്നുള്ള കിടപ്പ് മുറിയും എല്ലാം പൂർണ്ണമായി തകർന്നിട്ടുണ്ട്. അവരുടെ അടുക്കളയിലുള്ള ഉപകരണങ്ങളെല്ലാം തകർന്നു. കിടപ്പുമുറിയിൽ ഉണ്ടായിരുന്ന ഷാജഹാനും പൊള്ളലേറ്റിട്ടുണ്ട്. 25% പൊള്ളലേറ്റ ഷാജഹാനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അവിടെ കട്ടിൽ നിന്ന് ഈ സ്ഫോടനം ഉണ്ടായ സമയത്ത് കട്ടിൽ നിന്ന് വീണാണ് മകൻ നിഹാന് പരിക്കേറ്റിരിക്കുന്നത്. ഇന്ന് പുലർച്ചെയാണ് ഈ സംഭവം. ഇവർ 3 പേരാണ്, അമ്മയും അച്ഛനും അതോടൊപ്പം ഈ മകനുമാണ്. 3 പേരാണ് അവിടെ വീട്ടിൽ ഉണ്ടായിരുന്നത്. പി ജി. ശരി ശ്രാവൺ, വീട്ടിൽ സൂക്ഷിച്ച തുറക്കാത്ത സിലിണ്ടർ പൊട്ടിത്തെറിച്ചു എന്നാണ്.